പക്ഷെ അഖിൽമാരാർ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഊഹാപോഹങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തില് ഈ പറയുന്ന പശുവിനെ കൊടുത്തതിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഇവിടുത്തെ ചർച്ച. ഇത് വേറൊരു തലത്തിൽ നിൽക്കുന്ന വേറൊരു ക്രൈസിസ് മാനേജിംഗ് ആണ്. അയാളൊരു ഇൻഫ്ലുവൻസർ ആണ്. അയാളെ ഫോളോ, എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ഏകദേശം 500K ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം ഇതെല്ലാം ഇത്ര ആൾക്കാർ കേൾക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ്സിനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യുക. അതെ അതെ, അത് ഈ ഒരു സന്ദർഭത്തിലാണ് കേരളം ഇന്നേ വരെ കാണാത്ത ഒരു വലിയ ക്രൈസിസ് മാനേജ്മെന്റിലൂടെ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. തന്തയ്ക്ക് പിറന്നവൻ എന്ന അതെ, ഈ സുരേഷ് ഗോപി സിനിമകളിലൊക്കെയുള്ള ആ ഫീലാണ് അയാൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ വൃത്തികേടിലാണ് അയാൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ വൃത്തികേടിൽ നിന്നുകൊണ്ടാണ് അയാൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഭാഷയിലല്ലാതെ ഈ യുക്തിയിലല്ലാതെ അയാൾക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഉടുത്തിരിക്കുന്ന തുണിയല്ലാതെ ബാക്കി ഒന്നും കൂടെയില്ല. കൂടെ കിടന്ന് ഒലിച്ചു പോയി. ഞാൻ തോളെ കൈയിട്ടിരുന്ന സുഹൃത്തുക്കൾ ഇല്ലാണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നത്. പക്ഷെ അയാളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സാധനമല്ലേ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചർച്ച ഒരു തലക്കൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന പൂർണ്ണമായ ധാരണയിൽ നിന്നാണ് ഈ ചർച്ചയും ആരംഭിക്കുന്നത്. അതിന് കാരണം, ഇങ്ങനൊരു ചർച്ചയിലേക്ക് വരാനുള്ള കാരണം, അഖിൽ മാരാർ എന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അദ്ദേഹം ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് വന്നിട്ടുള്ള വീഡിയോകളാണ് ഈ ചർച്ചയിലേക്ക് നയിച്ചത്. അത് തെറ്റിദ്ധാരണാജനകമായതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അത് ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അഖിൽ മാരാറിൻ്റെയാണ് ഹരി നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അഖിൽ മാരാറാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകില്ല, ഞാൻ പകരം 3 വീടുകൾ വേറെ വെച്ച് നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അവസരത്തിൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രകൃതി ദുരന്തത്തെ, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു അപകടത്തെ, ഒരു ദുരന്തത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും കാണാതെ പോയ മനുഷ്യരെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 100 കണക്കിന് ആളുകളുടെ, അല്ലെങ്കിൽ വലിയ സംഖ്യയോളം ആളുകളുടെ തിരിച്ചറിയാത്ത ശവശരീരങ്ങൾ നമ്മൾ കൂട്ടപ്രാർത്ഥന നടത്തി കുഴിച്ചു മൂടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിന് അവിടെ ഈ പറയുന്ന രീതിയിൽ ജീവിതം തന്നെ അട്ടിമറിക്കപ്പെട്ട മനുഷ്യർക്ക് നാളെ എന്തെങ്കിലും തരത്തിൽ ജീവിതം തിരിച്ച് വീണ്ടും ഒന്ന് പുനരാരംഭിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു കരുതൽ ധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ CMDRF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രചാരകരായി മാറുകയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും. അങ്ങനെ നമ്മൾ റേസ് ചെയ്തൊരു പൈസയാണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു കൂട്ടം ആളുകളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മൂലധനമാണത്. ആ ഫണ്ടിനെതിരെയാണ് സംസാരിക്കുന്നത്. നമുക്ക് വിമർശനങ്ങളുണ്ടാവും എല്ലാ തരത്തിലും, സർക്കാർ സംവിധാനങ്ങളോടും ഏജൻസികളോടും അതിൻ്റെ എല്ലാ നയപരിപാടികളോടും ഒക്കെ നമുക്ക് വിമർശനങ്ങളുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു ദുരന്തത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോഴാണോ നമ്മളത് സംസാരിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഹരി ഇത് കാണുന്നത്? ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണിത്. അതായത് അനൗദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 400-ലധികം പേര് മരിച്ചിരിക്കുന്നു. കാണാതായവർ അതിലേറെ അവശിഷ്ടങ്ങൾ മാത്രമാണ് പലരുടെയും കിട്ടുന്നത്. അപ്പോൾ ഒരു രണ്ട് ഗ്രാമങ്ങൾ മൊത്തത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രം ബാക്കിയായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അത്രയും ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 3000-ഓളം പേര് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ അത് അവരെ ശരിക്കും പറഞ്ഞാൽ കേരള ജനത ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് പറ്റുന്ന സഹായം കൊടുക്കുകയാണ്. സ്വന്തമായിട്ട് ഒരുപാട് കടങ്ങളും വലിയ പ്രാരാബ്ധങ്ങളും ഉള്ളവർ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെയും പണം കൊടുത്തും, അല്ലെങ്കിൽ ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ ആ മാതാപിതാക്കളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അത് നിറകണ്ണുകളോടെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം വയനാടിൻ്റെ ഒരു ദുഃഖം മൊത്തം കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ CMDRFിലേക്ക് ഫണ്ട് കൊടുക്കണോ ഇല്ലയോ, ഇത് സുതാര്യമാണോ അല്ലയോ എന്നുള്ള വലിയൊരു ചർച്ച വരുന്നത്. ആദ്യം പ്രതിപക്ഷത്തിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആദ്യമേ എൻ്റെ ശമ്പളം നൽകാമെന്ന് പറയുന്നു. അപ്പോൾ സുധാകരൻ അതിനെ കണ്ടിച്ച് പറയുന്നത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ, UDFന് ഇങ്ങനെ ഒരു സംവിധാനമില്ലേ. പിന്നെ അത് തിരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറയുന്നു UDFൻ്റെ എല്ലാ MLA-മാരും 1 മാസത്തെ ശമ്പളം CMDRFിലേക്ക് പോകുന്നു. അപ്പം അവരത് ക്ലിയർ കട്ടായി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു രാഷ്ട്രീയ വാദങ്ങൾക്കുള്ളൊരു സമയമല്ല, ഇത് ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്, നമ്മൾ പണം കൊടുക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. അവരുടെ പുനരധിവാസമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്കൊന്നുമില്ല, ഒന്നും നഷ്ടപ്പെട്ടു. അപ്പം ഇതൊരു അങ്ങനത്തെ ഒരു വാഗ്വാദങ്ങൾക്ക് പറ്റിയ ഒരു അനിവാര്യമായിട്ടുള്ള സമയമല്ല. അതൊക്കെ പിന്നീടാകാം ഇതിൻ്റെ സുതാര്യത പരിശോധിക്കാം. അതിപ്പം മുഖ്യമന്ത്രി പല വാർത്താ സമ്മേളനങ്ങളിലായിട്ട് ഇത്
എന്താ ഇത് സുതാര്യമാണെന്ന് പറയാൻ വേണ്ടി സമയം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയം മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. കേരളത്തിൽ എനിക്ക് തോന്നുന്ന എല്ലാ മാധ്യമങ്ങളും ഇത് സുതാര്യമാണ്, ഇതിലേക്ക് പണം കൊടുക്കണമെന്നുള്ള തരത്തിൽ സ്റ്റോറികൾ ചെയ്യുന്നു, വീഡിയോകൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എല്ലാവരും അത് എടുത്തു കാണിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു ബാലിശം എന്ന് പറയാൻ അത്രയും വന്ന പോലെ ഒരു വലിയൊരു ചർച്ച ഇവിടെ അഖിൽ മാരാർ നടത്തുന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ അഖിൽ മാരാരുടെ സംസാരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം അഖിൽ മാരാർ കേവലം ഒരു എന്തെങ്കിലും ഒരു എവിഡൻസിന്റെ പുറത്തോ നമുക്ക് അങ്ങനെ ഒരു പക്ഷേ ഒരു ഫണ്ടിനെയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഏജൻസിയോ ഒക്കെ നമുക്ക് കുറ്റം പറയാം. എന്തെങ്കിലും ഒരു പ്രത്യേക എവിഡൻസ് ഉണ്ട് ഇന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ അതെ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്, ഒരു ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെതിരെ ഖണ്ഡിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്ന വാദങ്ങളൊക്കെ വളരെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPIM എന്ന് പറയുന്ന സംഘടനയോട് ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ പറയുന്ന പോലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കാണാനില്ല. അവരുടെ ചോരയും മണ്ണും ഒക്കെ ഒരുപോലെയായി ചേർന്നൊഴുകിപ്പോയ ഒരു സ്ഥലത്ത്, ഒരു നാട് തന്നെ ഇല്ലാണ്ടായ ഒരു സ്ഥലത്ത് അവിടെ ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര രസകരമായ ഒരു വീഡിയോ, രസകരമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഈ DYFIയുടെ ആളുകൾ മൃതദേഹങ്ങൾ ചങ്ങാടത്തേക്ക് കെട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ചങ്ങാടം നിയന്ത്രണം വിട്ട് പോവുകയും അതിനെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ പുഴയിലേക്ക് ചാടി പിടിച്ച് കയറ്റുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവരെല്ലാം കൈകോർത്ത് നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ്. ആശയപരമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇവർ പരസ്പരം ഈ പറയുന്ന വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്ന ആളുകളാണ്. പരസ്പരം അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത ആളുകളാണ്. എന്നിട്ടും അവർ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് അഖിൽ മാരാർ അയാളുടെ പേഴ്സണലായ വെഞ്ചൻസ് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണലായ ദേഷ്യം, ആ ദേഷ്യമാണ് അയാൾ തീർക്കുന്നത്. അയാൾ CPM-നെ കുറിച്ചാണ് പറയുന്നത്. അയാൾ ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM എന്ന് പറയുന്ന സംഘടന എന്റെ നാട്ടിൽ, അയാളുടെ നാട്ടിൽ ഉദാഹരണങ്ങളൊക്കെ എടുത്താ പറയുന്നത്. എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ പശുവിനെ കൊടുത്തപ്പോൾ അഴിമതി നടത്തി, എന്റെ നാട്ടിൽ പഞ്ചായത്തിലെ കക്കൂസ് പണിന്ന് കൊടുത്തപ്പോൾ അഴിമതി നടത്തി, അതുകൊണ്ട് എനിക്ക് CPM-മാരെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ സർക്കാരിന് പൈസ കൊടുക്കില്ല എന്ന് പറയുന്ന മുട്ടാപ്പോക്ക് ന്യായമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തുന്നതും ആളുകളായ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹം ഒരു സീസണിൽ വിജയി കൂടിയായിരുന്നു. അപ്പം അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം എങ്ങനെയാണ് അത് മത്സരിച്ചത്. ബിഗ് ബോസിന്റെ വിജയ് എന്ന് പറയുന്നത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു സ്ഥാനമാണെന്ന് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടി ഈ പറയുന്ന ആ പരിപാടിയുടെ വിജയിയായി അദ്ദേഹം മാറുന്ന സമയത്ത് തന്നെ അദ്ദേഹം എങ്ങനെയാണ് ആ ഗെയിം കളിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ആദ്യം തന്നെ വിവാദത്തിലാവുന്നത് അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ച് പറയുന്നു. അതിലൊരു കാൻഡിഡേറ്റിനോട് പറയുന്നു, നീ അരി കക്കാനാണെങ്കിൽ നീ എന്താ മധുവാണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ മധുവിന്റെ അവസ്ഥ നിനക്ക് വരും, അതെ മധുവിന്റെ അവസ്ഥ നിനക്ക് വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ പല പോയിന്റിൽ ഇയാൾ പലതരത്തിലുള്ള പൊളിറ്റിക്സ് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇയാൾ ഏത് പക്ഷത്താണ്, ഇയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കില്ല. ഇയാൾ പറയുന്നു ഞാൻ ഭയങ്കര പൊളിറ്റിക്കലായ ആളാണ്, ഞാൻ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ആളാണ്, ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തി സനാതന ധർമ്മത്തെക്കുറിച്ച് DMK-യുടെ മുഖ്യമന്ത്രി അല്ല DMK-യുടെ സ്റ്റാലിൻ, അതായത് ഉദയനിധി സ്റ്റാലിൻ അല്ല പറഞ്ഞത്, ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സനാതന ധർമ്മത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഈ പറഞ്ഞ ലെഫ്റ്റ് ആശയങ്ങളെല്ലാം അവസാനം എവിടെ എത്തി എന്നുള്ള തരത്തിൽ അദ്ദേഹം വിമർശിക്കുന്ന വീഡിയോകളും ഫേസ്ബുക്കിലൂടെ ഉണ്ട്. അതേ സമയത്ത് നമ്മൾ നോക്കിയ ലക്ഷദ്വീപിന്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ലക്ഷദ്വീപിലെ ഈ പറയുന്ന പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറയുന്ന ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ അവിടെ വളരെ എന്താ പറയുക സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു, ആ രീതിയിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ അഖിൽ മാരാർ ഇരുന്നുകൊണ്ട് പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറഞ്ഞ സമയത്ത് പ്രഫുൽ പോഡാ പട്ടേൽ എന്നാണ് അഖിൽ പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ മറുപടിയാണ് ആദ്യം ഹിറ്റ് ആവുന്നത്. അപ്പൊ അത് BJPക്ക് എതിരായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു. അദ്ദേഹം BJP വിമർശിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അതേസമയത്ത് ഇദ്ദേഹം പറയുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ ഈ പറയുന്ന കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളാണ്, അല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് ഒരു മീഡിയോക്കർ പൊസിഷനിൽ നിൽക്കുക, അതായത് നമ്മൾ ഇടതോ വലതോ അല്ല, നമുക്ക് നിലപാട്, നമ്മളൊരു സ്വതന്ത്ര നിഷ്പക്ഷവാദിയാണ് എന്ന് പറയുന്ന ഒരു വളരെ നിഷ്കളങ്ക വാദം ആണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് മിഡിൽ ക്ലാസിന്റെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോകരുത്, നമ്മൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ കോളേജിൽ പോയാൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രശ്നക്കാരാണ്, രാഷ്ട്രീയം ഇതുകൊണ്ടൊന്നും നേടാനില്ല, ഇത് വളരെ പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞു പരത്തുന്ന ആ ന്യായത്തെ വീണ്ടും 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 ഊട്ടി ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഓഡിയൻസ് ആണ് അഖിൽ മാരാറുടെ ഓഡിയൻസ്. അതായത് ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിലെ ഈ അപ്പൊളിറ്റിക്കലായ മനുഷ്യരാണ് അഖിൽ മാരാറുടെ ഓഡിയൻസ്. അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾക്ക് എന്തിനാണ് ഈ രാജ്യത്ത് ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ,
ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ എന്തിനാണ് ഇത്രയും എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ ബേസിക് ആയ ലോജിക് ഇല്ലായ്മ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതായത് ഓരോ പ്രത്യയശാസ്ത്രമാണെന്നും ഇവരെല്ലാം ലോകത്തെ കാണുന്ന ഒരുപോലെയല്ല എന്നും ഇവരുടെ എല്ലാം പ്രത്യയശാസ്ത്രപരമായ അപ്രോച്ചിൽ നിന്നാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും മനസ്സിലാക്കാനുള്ള ലോജിക് അഖിൽമാരാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന അതിനുശേഷം വന്ന ലൈവുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹരി. അപ്പോൾ ഈ പറയുന്ന ലൈവുകളിലൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഭീകരമായ ഒരു സാധനം ഉണ്ടല്ലോ, എങ്ങനെയാ കാണുന്നത്? ഞാൻ ഇപ്പം ഈ ദുരന്തമുഖത്തെ ഒരു സാധനമല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അഖിൽമാരാർ ബേസിക്കലി ഇതാദ്യമായിട്ടല്ല ഒരു ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പോസ്റ്റുകളാണെങ്കിൽ വന്നാൽ ഇപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു, മുണ്ടക്കയിൽ ഉരുൾ പൊട്ടി. അന്നേരം അദ്ദേഹം പറയുന്നത് പിണറായി വിജയന് ഒരു അവസരം കൂടി കിട്ടുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അതിൻ്റെ അത് ഉൾക്കൊള്ളുകയല്ല. ആദ്യമേ തന്നെ മുഖ്യമന്ത്രിനെ അങ്ങ് കടന്നാക്രമിക്കുകയായിരുന്നു പുള്ളി ചെയ്തത്. അതായത് ആദ്യം കൊറോണ വന്നു, പിന്നെ പ്രളയം വന്നു, ഇപ്പോൾ ഇതാ വീണ്ടും മുഖ്യമന്ത്രിക്ക് രക്ഷകനായിട്ട് അവതരിക്കാൻ വേണ്ടി, ഒരു ഹീറോ ആയിട്ട് അവതരിക്കാൻ വേണ്ടി വീണ്ടും ഒരു സാധ്യത വന്നു എന്നും പറഞ്ഞു. ഇതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ സമയത്തും അഖിൽമാരാർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അതായത് കോവിഡ് ഫസ്റ്റ് വേവ് ഒക്കെ കഴിഞ്ഞൊന്ന് ഡിപ്പായി വന്ന സമയത്ത്, വാക്സിനൊക്കെ കൊടുത്തിരുന്ന സമയത്ത് വീണ്ടും ഒമിക്രോൺ വേവ് വരുന്നു, വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് സംസ്ഥാനം പോകുന്നു, വീണ്ടും എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ച് അഖിൽമാരാർ വന്നിരുന്നു. അപ്പോഴും അയാൾ ആ ദുരന്ത മുഖത്ത് അത് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം നിൽക്കുക. ഇത് മാക്സിമം ഇത് പിടിച്ച് നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നല്ലോ കോവിഡ്. ലോകം പോലും, ലോകത്തെ ഒരു വികസിത രാജ്യങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സാധനമായിരുന്നു. അപ്പോൾ അതിനെതിരെ പൊരുതുക എന്നതിലുപരി സർക്കാർ എടുക്കുന്ന നടപടികളെ പൂർണ്ണമായി വിമർശിക്കുക എന്നുള്ള സമീപനം അയാൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലൈവുകളൊക്കെ നോക്കുവാണെങ്കിലും 3 വീടുകൾ വെച്ച് നൽകാമെന്ന് പറയുന്നു. അതിനെതിരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ അയാൾ ഞാൻ ആർക്കും പറയില്ല, ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ ആരും വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് അയാൾ ആ ലൈവിൽ ഉറക്കെ പറയുന്നുണ്ട്. പിന്നെ ലൈവ് ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഇന്നലെ വിളിച്ച ഒരാൾക്ക് വേണ്ടി 5000 രൂപ കൊടുത്തു, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ആ മത്സ്യബന്ധനത്തിന് പോയി മരിച്ച ഒരാൾക്ക് വീട് പണിയാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തു. അയാളിലൂടെ തന്നെ ഇത് അറിയപ്പെടാൻ വേണ്ടി തന്നെയാണ്. മുമ്പേ ജിഷ്ണു സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യം, ആ 3 വീട് ഞാൻ കൊടുക്കുന്ന പൈസ എന്തിനാണ് ചെലവഴിക്കുന്നതെന്ന് ഞാൻ അറിയണമെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് എന്നിലൂടെ തന്നെ ഇതെല്ലാം സംഭവിക്കണമെന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു മനോഭാവമാണ് അഖിൽമാരാറിൻ്റെ ആ വീഡിയോയിൽ മൊത്തം എനിക്ക് മനസ്സിലായത്. എല്ലാം ഇതിപ്പോൾ ഞാൻ മറ്റൊരു സംവിധാനങ്ങളെയും വിശ്വസിക്കുന്നില്ല. ഇത് എൻ്റെ പൈസ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്ന ആൾക്ക് ഞാൻ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ ആ പൈസ തരുന്നു, അവർ വീട് വെച്ച് കൊടുക്കണം എന്നാൽ എന്നിലൂടെ മാത്രം എല്ലാം പ്രോപ്പർ ചാനലിലൂടെ പോകണമെന്നാണല്ലോ പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഖിൽമാരാർ വീട് വെക്കാൻ പൈസ കൊടുത്താലും അല്ലെങ്കിൽ സ്ഥലം വിട്ടുകൊടുത്താലും ഇതൊരു സർക്കാർ സംവിധാനങ്ങളിലൂടെ അല്ലാതെ ഈ പുനരധിവാസം സാധ്യമാകത്തില്ലല്ലോ. എങ്ങനെ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് വന്നാൽ ഇപ്പം ഈ സഹായം പ്രഖ്യാപിച്ച എല്ലാവരും നോക്കിയോ, സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അഖിൽമാരാറിന് മാത്രം എന്താണ് പ്രത്യേകത? ഞാൻ വഴി മാത്രം എനിക്കിത് കൃത്യമായിട്ട് അറിയണം, ഇത് ആർക്ക് കൊടുത്തു, ഇന്ന ആൾക്ക് കൊടുത്തു എന്ന് ഞാൻ കൃത്യമായിട്ട് അറിയണമെന്ന് ഷാഠ്യം പിടിക്കുന്നതിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഇതിൽ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഞാൻ നേരിട്ട് 3 പേർക്ക് കൊടുക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ CMDRFിലേക്ക് കൊടുത്തിട്ട് അവരത് പിന്നെ എന്തിനുപയോഗിച്ചു, എന്തിന് നമ്മളെ പൈസ ചെലവഴിച്ചു എന്ന് പോലും അറിയാതെ നിൽക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് 2 പേരെ സഹായിക്കുന്നു അല്ലെങ്കിൽ 3 പേരെ ഇത് എന്താണെന്നറിയോ ഹരി, ഇത് നമ്മളൊരു പബ്ലിക് സൈക്കിയുടെ ഒരു പ്രശ്നം കൂടിയാണ്. അതായത് നമുക്ക് ഇത് ഈ അടുത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ ഈ സാധനം വായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അഭിജിത്ത് ബാനർജി ഉണ്ടല്ലോ, ഈ നൊബേൽ പ്രൈസ് കിട്ടിയ, എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ അഭിജിത്ത് ബാനർജി, അതുപോലെ എസ്റ്റർ ഡഫ്ലോയും കൂടി എഴുതിയാൽ ഒരു പുസ്തകമുണ്ട്, പുവർ എക്കണോമിക്സ് എന്നാണ്. ആ പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാൾ, നമ്മുടെ ഒരു പബ്ലിക് സൈക്കിയാണിത്, നമ്മുടെ ഒരു പൊതുബോധമാണ്. അതായത് നമ്മളെടുത്ത് നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട് പട്ടിണിയിലാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഒരാൾ രോഗിയാണ്, ആ വീട്ടിലുള്ളവരെ സഹായിക്കണം, അതിനൊരു സഹായനിധി രൂപീകരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മൾ സഹായിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് യൂണിസെഫിൻ്റെ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നു, ഇങ്ങനെ ഇത്ര കുട്ടികളെ യൂണിസെഫിൻ്റെ ഭാഗമായി നമ്മൾ അവരുടെ ബേസിക് ന്യൂട്രീഷൻ, അതുപോലെ പഠനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട്, നിങ്ങൾ ഇത്ര രൂപ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു പബ്ലിക് സൈക്കി, അതായത് ഇത് വളരെ പേഴ്സണലും ഇമോഷണലുമാണ്. ഒരു വ്യക്തി ഒരു വീട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ പൈസ കൊടുക്കും, നമ്മൾ കൈ മെയ് മറന്ന് പൈസ കൊടുക്കും. പക്ഷെ നമ്മളൊരു വലിയൊരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ
ബാധിക്കുന്ന തരത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇത് അഭിജിത്ത് ബാനർജി വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറയുന്ന കാര്യം. അതായത് ഒരു കമ്മ്യൂണിറ്റി ഫണ്ടിങ്, അതായത് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ഫണ്ട് റേസ് ചെയ്ത് ഇതുപോലെ ഒരു മേഖല മുഴുവനായി ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വർക്ക് എന്ന് പറഞ്ഞാൽ അത് ആവശ്യത്തിന് പ്ലാനിങ് ഉള്ള അല്ലെങ്കിൽ നന്നായി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടുന്ന എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അതുപോലൊരു ഫണ്ടാണ് CMDRF. CMDRF എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു ഈ പൈസക്ക് ഒരാൾക്ക് വീടായിരിക്കും വെച്ചു കൊടുക്കുക. ഒരുപക്ഷെ ആയിരിക്കില്ല, ഒരുപക്ഷെ ഈ പൈസക്ക് അവിടെ ഒരു പാലമായിരിക്കും പണിയുന്നുണ്ടാവുക. അത് പലതായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്താണോ ആവശ്യം അത് നടക്കാനാണ് ഈ പൈസ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പറ്റില്ല. അങ്ങനെ മാത്രമേ ഈ പുനരധിവാസം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സാധ്യമാവുള്ളൂ. കാരണം ഇതൊരു വലിയ പ്ലാനിങ്, ടൗൺ പ്ലാനിങ് പോലെ ഒരു പ്ലാനിങ് ടൗൺഷിപ്പാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു പ്ലാനിങ് ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് അങ്ങനെ ഒരു ഫണ്ടിങ് ആണ് ആവശ്യമുള്ളത്, അങ്ങനെ ഒരു ഫണ്ട് റൈസിംഗ് ആണ് അതിന് ആവശ്യമുള്ളത്. ഇപ്പം ഇദ്ദേഹം തന്നെ ഈ അഖിൽമാരാർ തന്നെ ഈ CMDRF ചെലവഴിച്ച തുകകളെ കുറിച്ചുള്ള കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ KSFEക്ക് അല്ലേ, KSFEക്ക് ഈ കമ്പ്യൂട്ടർ വാങ്ങാൻ, ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ഇതിനകത്തും പൈസ ഉപയോഗിച്ചു. സപ്ലൈകോയിലേക്ക് ഫ്ലഡിന്റെ സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത് ഭക്ഷണ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ ഈ പൈസ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം എണ്ണി പറയുന്നു. അതിലിപ്പോൾ ഈ ഡാറ്റ ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയത് ഈ വെബ്സൈറ്റിൽ നിന്നാണ്, സർക്കാർ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ സർക്കാർ ഈ സാധനം പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഇത് CAG-യുടെ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ഊഹാപോഹം പറയരുത്. അതായത് അതിനകത്തൊരു ഭാഗമുണ്ട്, അതായത് ഊഹാപോഹം പറയുന്നൊരു ഭയങ്കര പ്രശ്നമുണ്ട്. അതായത് അതിലൊരു ഭാഗത്ത് അഖിൽമാരാർ പറയുന്നു ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ഈ പറഞ്ഞ ആളുകളുടെ കടബാധ്യത എഴുതി തള്ളാൻ വേണ്ടി ഇത്ര രൂപ CMDRF കൊടുത്തു എന്ന് പറയുന്നത്. അതായത് BPL വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ കടബാധ്യത എഴുതി തള്ളാൻ വേണ്ടി. അപ്പോൾ അഖിൽമാരാർ പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ BPL വിഭാഗത്തിൽപ്പെട്ടവരാരാണ്? CPM-കാരാണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതായത് പാർട്ടിയിൽപ്പെട്ട എത്ര പേര് ഇതിലുണ്ട്? ഈ CPM-ൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഫണ്ടാണിത്. അവർക്ക് വേണ്ടി ഈ പറയുന്ന എന്താ പറയുക വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ എന്താ പറയുക ഡിസാസ്ട്രസ് ആയ ഒരു എക്സാമ്പിളും കൂടി പറയുന്നത്. അതായത് ഇദ്ദേഹം ഒരു പേര് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട്, ഓന്ത് ഗോപാലൻ എന്നാണ് അയാളുടെ പേര്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഓന്ത് ഗോപാലിന് ഫണ്ട് കൊടുത്തു CMDRF. ഓന്ത് ഗോപാലിൽ നിന്ന് വിളിക്കുന്ന ആരാ? അഖിൽമാരാണ്. അയാൾ നിൽക്കുന്ന പ്രിവിലേജിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഈ പൈസ കിട്ടാൻ അർഹനായ അല്ലെങ്കിൽ ഇത് കിട്ടുന്ന ഒരു വ്യക്തിയുടെ പേരായ അയാൾക്ക് തോന്നുന്ന പേര് ഓന്ത് ഗോപാലൻ എന്നാണ്. നമ്മൾ ആലോചിക്കണം, ഓന്ത് ഗോപാലിന് നിങ്ങൾ പൈസ കൊടുക്കുന്നു, ആ ഓന്ത് ഗോപാലൻ നിങ്ങളുടെ പഴയ പാർട്ടി മെമ്പർ അല്ലാന്ന് എനിക്കെന്താ ഇത്ര ഉറപ്പ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഇത്ര പോലും അദ്ദേഹത്തിൽ ഇതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അതിശക്തമായ ഈ ആണഹന്ത എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ ജാതീയത എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെല്ലാം അതിശക്തമായി ഇദ്ദേഹം തലയിലേറ്റ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എല്ലാ സമയത്തും നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കണ്ട മനസ്സിലാവും, അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയും, എന്നെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല, എന്റെ വായിലെ നാവാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. എല്ലാ പോസ്റ്റിന്റെ അടിയിൽ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ഇയാളുടെ ഒരു അഹങ്കാരമാണ്. അതായത് എന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അഖിൽമാരാർ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഊഹാപോഹങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിലെ ഈ പറയുന്ന പശുവിനെ കൊടുത്തതിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഇവിടുത്തെ ചർച്ച. ഇത് വേറൊരു തലത്തിൽ നിൽക്കുന്ന വേറൊരു ക്രൈസിസ് മാനേജിംഗ് ആണ്. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാവരും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ നിരന്തരം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നേ, ജനങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് രണ്ടാമതും പിണറായി വിജയൻ അധികാരത്തിലേറിയത് എന്നടക്കം ഈ പറയുന്ന അഖിൽമാരാർ ഒരു വീഡിയോ പറയുന്നത്. അത്തരത്തിൽ എല്ലാത്തിനും മുകളിലാണ് താൻ എന്ന ഭാവമുണ്ടല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് ഹാരിയിലേക്ക്, അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ പറയുക, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, വാക്കാണ് എൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛനും ഒന്നേ ഉള്ളൂ, വാക്കും ഒന്നേ ഉള്ളൂ. അതായത് തന്തയ്ക്ക് പിറന്നവൻ എന്ന ആ വികാരം ഉണ്ടല്ലോ, അതെ, ഈ സുരേഷ് ഗോപി സിനിമകളിലൊക്കെയുള്ള ആ ഫീലിലാണ് അയാൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ വൃത്തികേടിലാണ് അയാൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ വൃത്തികേടിൽ നിന്നുകൊണ്ടാണ് അയാൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഭാഷയിലല്ലാതെ ഈ യുക്തിയിലല്ലാതെ അയാൾക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.
ഇപ്പം ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ CMDRFന്റെ സൈറ്റിലുള്ള ഓരോ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ആർക്ക് എന്തൊക്കെ കൊടുത്തു, മുമ്പേ പറഞ്ഞ KSFE ആക്സിഡൻറ്റിലെ ഡെത്തിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലഡിൻ്റെ സമയത്ത് സപ്ലൈക്കോയ്ക്ക് കൊടുത്തു. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അയാൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതെല്ലാം CPM-ലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാദമാണ് അയാൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതായത് സപ്ലൈക്കോയുടെ കാര്യം പറയുമ്പോൾ അയാൾ പറയാണ് ഇതിലെത്ര പാർട്ടി അനുഭാവികൾക്ക് എത്ര കിട്ടിയെന്ന് നമ്മൾ അന്വേഷിക്കണമെന്ന് പറയാം. അതായത് മൊത്തത്തിൽ അയാളൊരു ഇൻഫ്ലുവൻസറാണ്. അയാളെ ഫോളോ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ഏകദേശം 500K ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം ഇതെല്ലാം ഇത്ര ആൾക്കാർ കേൾക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ്സിനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യുക. അതെ അതെ, അത് ഈ ഒരു സന്ദർഭത്തിലാണ് കേരളം ഇന്നേ വരെ കാണാത്ത ഒരു വലിയ ക്രൈസിസ് മാനേജ്മെന്റിലൂടെ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അയാൾ ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. അത് ഇതെല്ലാം CPM-ലേക്കാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ പൈസ കൊടുത്താലും ഇത് CPM-കാർക്കാണ് കിട്ടുന്നത്, അല്ലെ മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്, പാർട്ടിക്കാണ്, പാർട്ടിയുടെ നേതൃത്വത്തിനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന അങ്ങനെ അലക്കുകയാണല്ലോ. അത് ആ സപ്ലൈക്കോയുടെ സാധനം ഇത് എത്ര പാർട്ടിക്കാർക്ക് പോയി, എത്ര പാർട്ടിയുടെ അനുഭവമുള്ളവർക്ക് പോയി, അവരുടെ ജീവനക്കാർക്ക് എത്ര പോയി, ഇത് എത്ര പഞ്ചായത്ത് പ്രസിഡന്റിന് പോയി എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം വേണം. അത് കാണിച്ചത് എന്നാൽ ഞാനിത് വിശ്വസിക്കാമെന്നൊക്കെ പറയുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള സാധനമല്ലല്ലോ. അത് പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഇത്ര ആൾക്കാർ മരിച്ച് എനിക്ക് തോന്നുന്ന ഇപ്പം വിവിധ ചാനലുകളിലൂടെ കണ്ട നമ്മുടെ എല്ലാ പ്രതികരണവും നോക്കിയാൽ ഓരോരുത്തർ വിളിക്കുന്ന എല്ലാവരും വിങ്ങി പൊട്ടുവാണ്. ആൾക്കാർ ഇന്നേ വരെ കാണാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഇത്തരം സംവാദങ്ങൾക്കല്ലല്ലോ നമ്മൾ സമയം കൊടുക്കേണ്ടത്. നമ്മളിത് ഒന്നിച്ച് ഇതിനെ ഉയർത്തിക്കൊണ്ട് പോവുക, അവരുടെ പുനരധിവാസം സാധ്യമാക്കുക, അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഉടുത്തിരിക്കുന്ന തുണിയല്ലാതെ ബാക്കി ഒന്നും കൂടെയില്ല. കൂടെ കിടന്നവർ ഒലിച്ചു പോയി, ഞാൻ തോളെ കൈയിട്ടിരുന്ന സുഹൃത്തുക്കൾ ഇല്ലാണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നത്. പക്ഷേ അയാളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സാധനമല്ലേ. ആ ആൾക്കൂട്ടത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ശരിക്കും ഒറ്റ കാര്യം കൂടി അവസാനമായി ചേർത്ത് വെക്കാനുള്ളത്, ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ്, ഒരു സംവിധാനവും ഈ പറഞ്ഞ പോലെ വിമർശനത്തിന് അതീതമല്ല. വിമർശിക്കപ്പെടേണ്ടതാണ് എല്ലാ സംവിധാനവും, ഇവിടുത്തെ എല്ലാ സർക്കാരുകളും. നമ്മൾ തന്നെ ഇപ്പം മാധ്യമങ്ങളുടെ പോലും ചുമതല എന്ന് പറയുന്നത് സർക്കാരുകളെ വിമർശനാത്മകമായി കാണുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതെ, അങ്ങനെ വിമർശനാത്മകമായാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു ദുരന്ത മുഖത്ത്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ, അത്രയും അർജന്റായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് എല്ലാം വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്തൂടെ, അവരുടെ തന്നെ പ്രൊജക്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇതല്ല ചെയ്യേണ്ടത്. ഈ പോയിന്റിൽ ചെയ്യേണ്ടത് ഇതല്ല. ഇത് ഒരു പ്രത്യേക ഒരു സിംഗിൾ വിൻഡോയിലൂടെ കടന്നു പോകേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണ തോതിൽ എല്ലാവരിലേക്കും ഒരുപോലെ എത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ നമ്മൾ ഇതിനൊപ്പമാണ് നിൽക്കേണ്ടത്. ഇതിന്റെ ഒരു സ്റ്റേജെങ്കിലും കഴിയാതെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുകയോ ചെയ്യേണ്ട കാര്യം അതെ. കാരണം എന്താ വെച്ചാൽ ആ പോയിന്റ് ഇത് വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മൾ അടിവരായിട്ട് പറയണല്ലോ. CMDRF-ഉം വിമർശിക്കപ്പെടേണ്ടതാണ്, സംശയമൊന്നുമില്ല. CMDRF-ഉമായി ബന്ധപ്പെട്ട കേസുകൾ പോലും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിമർശിക്കപ്പെടേണ്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പോയിന്റിലാണോ, ഈ മനുഷ്യൻ ജീവനും കൈ പിടിച്ച് നിൽക്കുന്ന ഈ പോയിന്റിലാണോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം.